ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഹാൻഡ് എംബ്രോയിഡറി ആണല്ലോ. അപ്പോൾ ഞാനൊരു കർച്ചീഫിൻ്റെ സൈഡ് എങ്ങനെയാണ് മടക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ അപ്പോൾ ഇതുപോലെ ഒരു സ്ക്വയറിൽ ക്ലോത്താണ് വൈറ്റാണ് എടുത്തത്. അപ്പോൾ ഇതുപോലെ കളർ തുണിയാണേലും നമുക്കിങ്ങനെ നൈസായിട്ടുള്ള തുണിയാണെങ്കിൽ രണ്ടെണ്ണം ഒന്നിച്ച് ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ തയ്ക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ വൈറ്റ് കളർ അക്കോബാർ തുണിയാണ് എടുത്തിരിക്കുന്നത്. അത് പിങ്ക് കളർ നൂല് വെച്ചാണ് എംബ്രോയിഡറി ചെയ്യാൻ പോകുന്നത്. എംബ്രോയിഡറി അല്ല, ബോർഡർ തയ്ക്കുന്നത് വേറെ ഒരു പുതിയ ഡിസൈനിൽ തയ്ക്കുക എന്നേ ഉള്ളൂ. ഇത് ഒത്തിരി സിമ്പിളാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ സൈഡെല്ലാം ഇങ്ങനെ ചെറുതായിട്ട് മടക്കിയിട്ട് നമ്മൾ മടക്കി അടിക്കാൻ തയ്ക്കുന്നത് പോലെ മടക്കിയിട്ട് ഒരേ സൈഡിൽ നിന്ന് കുത്തിയെടുക്കുക. നമ്മൾ മേലിലും താലോട്ടുമായിട്ട് കുത്തുന്നതാണ്. അതിൻ്റെ മേൽഭാഗം വരുമ്പം ഇച്ചിരി ഗ്യാപ്പ് വിട്ട് അത് കുത്തിയെടുക്കുക എന്നേ ഉള്ളൂ. ഇതുപോലെ കർച്ചീപ്പിൻ്റെ സൈഡോ സാരിയുടെ അറ്റമോ നമ്മൾ ഈ ഇൻടു പോലെ വരുന്നത് പോലെയോ പൈപ്പിംഗ് രീതിയിൽ ഉരുട്ടി വെച്ച് തയ്ക്കുന്ന രീതിയിലോ ഒക്കെ ഉള്ള തയ്യൽ ഞാൻ നേരത്തെ ഇതിനു മുമ്പേ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കാണണം. ഇതേപോലെ നമ്മൾ തുടങ്ങുന്ന ഇടം അടിഭാഗം വരുമ്പം ഒരേ ഇടത്ത് തന്നെ നമ്മൾ കുത്തുക. മേളിൽ വരുമ്പം ഇതുപോലെ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് ഇച്ചിരി നീക്കി നമ്മൾ മേളിലോട്ട് എടുക്കണം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല, പക്ഷേ വീഡിയോയിൽ എനിക്ക് ക്ലിയറായിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. എംബ്രോയിഡറിയുടെ വീഡിയോ ഇടാൻ ഒത്തിരി ദിവസമായി. അത് ഇച്ചിരി സമയം എടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് തയ്ക്കാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ്. അതുമല്ല, വീഡിയോ എടുക്കാൻ ഒരാളും കൂടെ വേണം, എന്നാലേ എടുക്കാൻ പറ്റത്തുള്ളൂ. അതാണ് മെയിൻ പ്രശ്നം. ഇപ്പം അതേപോലെ ആ ഹോളിൽ തന്നെ അടുത്തത് രണ്ടെണ്ണം കുത്തി നമ്മളിപ്പോൾ മൂന്നാമത് ലൈനാണ്. അതേ സെയിം രീതിയിൽ തന്നെ എടുക്കുക. ഒരു ഹോളിൽ തന്നെ 4 പ്രാവശ്യം കുത്തിയെടുക്കണം. മേളിൽ വരുമ്പം അത് ഗ്യാപ്പ് വരണം. അപ്പോൾ ചെറിയൊരു പൂവിൻ്റെ പെറ്റൽ പോലെ നമുക്ക് വരും. നമ്മൾ ആദ്യം ഈ പിന്നൻ്റെ ഇത് ഒരു ചെറുതായിട്ട് പെൻസിൽ വെച്ച് വരച്ചിട്ടാണേലും അതുപോലെ പിന്നിയാൽ മതി. ഞാൻ ഇപ്പം മാർക്കൊന്നും ചെയ്യാതെ തന്നെയാണ് തയ്ക്കുന്നത്. ഒരു വി ഷേപ്പിൽ താഴെ ഒരു ഡോട്ടും മേളിൽ 4 ഡോട്ടും വെച്ച് കറക്റ്റ് അതേ രീതിയിൽ ഫുള്ളും തയ്ക്കണം. അപ്പം നമ്മൾ തയ്ക്കുമ്പം പുറകുവശമാണെങ്കിലും ഈ നൂല് വെളിയിൽ കാണാത്ത രീതിയിലും തയ്ക്കാം, അല്ലാതെ ഇതേ സെയിം രീതി പുറകുവശം വരുന്ന രീതിയിലും തയ്ക്കാം. ഇതുപോലെ ഇപ്പോൾ വേണ്ട അടുത്ത ഗ്യാപ്പ് ഇതുപോലെ നമ്മൾ വിട്ടിട്ട് മേളിൽ വരുമ്പം അതിൻ്റെ അടുത്ത് തന്നെ വരണം, താഴെ വരുമ്പോൾ ആ ഗ്യാപ്പ് വരണം. ഇതേ സെയിം രീതിയിൽ തന്നെ കണ്ടിന്യൂ 4 ലൈൻ ഇതേപോലെ തയ്ച്ച് വരുമ്പം അപ്പം ഈ നൂല് മേളി ഇങ്ങനെ എടുക്കുമ്പം ഇതിനകത്തൂടെ കയറ്റി എടുക്കണം. ഇതുപോലെ എടുക്കുക. നമ്മൾ ഇതുപോലെ ഫുള്ളും താഴെ ഒരെണ്ണം മേളി ഇതുപോലെ 4 ലെയറും വെച്ച് ഫുള്ളും പിന്നി വരണം. ഇപ്പോൾ ഒരു ലൈൻ തീർന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ കോർണർ നമ്മൾ അടുത്ത സൈഡ് വരുന്ന മുമ്പേ ആ സൈഡുള്ളതും ചേർത്ത് മടിച്ച് വെച്ചിട്ടാണ് ഈ കോർണർ നമ്മൾ തയ്ക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലോട്ട് കുത്തിയിട്ട് ഈ അടി നമ്മൾ മടക്കിയ തുണിയുടെ കൂടെ ചേർത്താണ് തയ്യൽ വരേണ്ടത്. ഈ എൻഡ് വരുമ്പോൾ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടിയിലെ ആ തുണി വിട്ട് കഴിഞ്ഞാൽ അത് വൃത്തികേടായിരിക്കും. അതുകൊണ്ട് ഇച്ചിരി നോക്കി ശ്രദ്ധിച്ച് ചെയ്താൽ മതി. നമ്മൾ സാരിയുടെ തുമ്പാണേലും അല്ലാതെ ചുടിദാറിൻ്റെ ഷോളാണേലും പ്ലെയിൻ ഷോളാണെങ്കിൽ നമ്മളൊരു ഇതുപോലെ കോൺട്രാസ്റ്റ് കളർ ഏതെങ്കിലും വെച്ച് നമ്മളിങ്ങനെ തയ്ക്കുവാണെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ലുക്കായിരിക്കും. ഇപ്പോൾ സിന്തറ്റിക് സാരിയിലൊക്കെ നമ്മളിങ്ങനെ ടോപ്പും ഷോളും ഒക്കെ ആക്കുമ്പം അപ്പോൾ ആ സാരിയുടെ ഫീലിംഗ് ഇല്ലാതിരിക്കാൻ റെഡിമെയ്ഡ് പോലെ ഇങ്ങനെ നമ്മളെന്തെങ്കിലും ഒരു ഡിസൈൻ തയ്ക്കാം. ഞാൻ എംബ്രോയിഡറി വീഡിയോ ഇതിനു മുമ്പേ ഇട്ടിട്ടുണ്ട്. 2-3 രീതികളിൽ തയ്ക്കുന്നത് ഇട്ടിട്ടുണ്ട്. ഒത്തിരി വീഡിയോ എംബ്രോയിഡറിയുടെ ഇട്ടിട്ടില്ല. ഒരു മാസത്തിൽ ഒരു വീഡിയോ വെച്ചാണ് ഇടുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസവും അതിൻ്റെ മുമ്പത്തെ മാസവും ഇടാൻ ഒട്ടും സമയമില്ലായിരുന്നു. ഇതും ഇല്ല, ഇത് വീഡിയോ എടുക്കാൻ ഒരാൾ കൂടെ വേണം. അതിൻ്റെ സമയം സാഹചര്യം ഒക്കാത്ത കൊണ്ടാണ് അധികം വീഡിയോ ഇടാൻ പറ്റാത്തത്. എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കാം കണ്ടിന്യൂ വീഡിയോ ഇടാൻ.
ഇതുപോലത്തെ സിമ്പിൾ വർക്കൊക്കെ നമുക്ക് ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് എളുപ്പം പഠിക്കുകയും ചെയ്യാം, അതിനകത്തൊരു ഇൻട്രസ്റ്റും വരും. അപ്പോൾ ആദ്യമേ നമ്മൾ വലിയ വലിയ പൂവൊക്കെ തയ്ക്കണമെന്ന് വിചാരിച്ചാൽ ചിലപ്പം അത് ശരിയായെന്ന് വരത്തില്ല. അപ്പോൾ ഇതുപോലെ എളുപ്പമുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്ത് പഠിക്കുക. പ്ലെയിൻ തുണിയായാലും നല്ല ഭംഗിയായിരിക്കും. ഞാൻ കൊബാർ തുണി എടുത്തതേ ഉള്ളൂ. ഇത് ഒരു കട്ട് പീസാണ്, ചുടിദാറിൻ്റെ ബാക്കി തുണിയാണ്. നമ്മൾ നല്ല ചുടിദാർ മെറ്റീരിയലൊക്കെ ബാക്കി തുണി വരുന്നതാണെങ്കിൽ ഇതുപോലെ തയ്ച്ച് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഇതേ സെയിം ഞാൻ ഇത് സ്ക്വയർ ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. ഇത് റൗണ്ടിൽ തയ്ക്കുവാണെങ്കിൽ, റൗണ്ട് പീസ് നമ്മൾ എടുക്കുവാണെങ്കിൽ റൗണ്ടിൽ തയ്ക്കുകയും ചെയ്യാം, നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പുറകു വശം ഇതേപോലെ ഡിസൈൻ വരുന്ന രീതി വേണമെങ്കിലും തയ്ക്കാം, അല്ലാതെ ഇങ്ങനെ പ്ലെയിനായിട്ട് ഇപ്പം നമ്മൾ ഈ നൂല് വെളിയിൽ കാണാത്തതുപോലെ തുടങ്ങിയ ഇടം മാത്രമേ കാണത്തുള്ളൂ, അല്ലാത്ത ഇടം അകത്തോട്ട് വെച്ചാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അതുപോലെയും തയ്ക്കാം, അല്ലാതെ നൂല് വെളിയിൽ കാണുന്ന രീതികളിലും നമുക്ക് അതേ ആ ഫ്രണ്ടിലത്തെ ഡിസൈൻ തന്നെ പുറകിലും വരുന്നത് പോലെ തയ്ക്കാൻ പറ്റുന്നതായിരിക്കും. പ്ലെയിൻ സാരിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിവശമാണെങ്കിൽ ഇതുപോലെ തയ്ച്ചെടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. നമ്മൾ ചുടിദാറിൻ്റെ സ്ലിറ്റ് വരുന്ന ഇടം തയ്ക്കാം, കഴുത്തിൻ്റെ ബോർഡർ ഇതുപോലെ തയ്ക്കാം. ഞാൻ ഇതുപോലെ ബേസിക്കായിട്ട് നമ്മൾ കർച്ചീഫ് തയ്ക്കാനൊക്കെ ഈ ബോർഡർ തയ്ക്കാനുള്ള ബേസിക് 2-3 വീഡിയോ ഇതിനു മുമ്പേ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇടുന്നുണ്ട്, അത് തീർച്ചയായിട്ടും കാണുക. ചെറിയ ചെറിയ രീതികളിൽ ആദ്യം പിന്നി നോക്കണം. അപ്പം നമ്മൾ 2 സൈഡും കൂടെ കഴിഞ്ഞു. ബാക്കി ഇതേപോലെ ഫുള്ള് നമ്മൾ തയ്ച്ചെടുക്കണം. ഇത് നല്ല കളർ, ഡബിൾ കളറുള്ള നൂലൊക്കെ കിട്ടും, അത് തയ്ച്ചാലും നല്ലതാണ്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇരുന്ന നൂല് തന്നെയാണ് എടുത്തത്. ഈ വൈറ്റിൻ്റെ കൂടെ ആയതുകൊണ്ട് ഈ കളർ നല്ല ഭംഗിയാണ്. ഇത് നേരത്തെ ഞാൻ തയ്ച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇതുപോലെ നമുക്ക് വേറെ വെറൈറ്റി രീതികളിൽ നമ്മുടെ കയ്യിലുള്ള ബിറ്റ് ക്ലോത്ത് വെച്ച്, കോട്ടൺ ആണെങ്കിൽ നമുക്കിതുപോലെ നല്ല കർച്ചീഫൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇതാകുമ്പോൾ വാഷ് ചെയ്താലും നമുക്ക് ഒരു പ്രശ്നവും ഇല്ല, ഇതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഞാൻ ഇതുപോലെ ആഴ്ചയിൽ 4 വീഡിയോ ഇടുന്നുണ്ട്. മാക്സിമം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. 1-2 വീഡിയോ ചെയ്യുമെന്ന് വിചാരിച്ചത്, ഇത്രയും വീഡിയോ ചെയ്യുന്നു പോലും പ്രതീക്ഷിച്ചില്ല. എന്നാലും തന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക് യു. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.